അവിടെ നിൽക്കും സുഹൃത്തുക്കളെ. ഇതും കൂടി പഠിച്ചിട്ട് പോയാൽ മതി. പല്ലിന്റെ ഘടന, സ്ട്രക്ചർ ഓഫ് ടൂത്ത്. പല്ലിന്റെ ഘടന പ്രധാനമായിട്ടും പല്ലിനെ 4 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. എത്ര ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം? 4 ഭാഗങ്ങൾ. 1 ഇനാമൽ, 2 ഡെന്റൈൻ, 3 പൾപ്പ്, 4 സിമന്റം. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞോളൂ. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഇനാമൽ, ഡെന്റൈൻ, പൾപ്പ്, സിമന്റം. ഓക്കെ. അതിൽ ഏറ്റവും പുറത്തുള്ള ഭാഗമാണ്, ഏറ്റവും പുറത്തുള്ള ഔട്ടർ കവറിംഗ് ആണ് ആര്? ഇനാമൽ. ഇനാമലാണ് എന്ത്? ഏറ്റവും പുറത്തുള്ള ഔട്ടർ കവറിംഗ്. നമുക്കിതാ ഈ പുറത്ത് കാണുന്ന ഈ വെള്ള ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇനാമൽ. ഏറ്റവും പുറത്തുള്ള ഔട്ടർ കവറിംഗ് ആണ്. മാത്രമല്ല ദിസ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കട്ടിയുള്ള കാഠിന്യമുള്ള പദാർത്ഥവും ഏതാണ്? ഈ ഇനാമലാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ആണെന്ത്? ഇത് നോൺ ലിവിംഗ് ആണ്. നോൺ ലിവിംഗ് ടിഷ്യൂ അഥവാ നിർജീവ കലകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നോൺ ലിവിംഗ് ടിഷ്യൂ അല്ലെങ്കിൽ നിർജീവ കലകൾ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി രണ്ടാമതാണെന്ത്? ഡെന്റൈൻ. ഡെന്റൈൻ എന്ന് പറഞ്ഞാൽ ഈ ഇനാമലിൻ്റെ കുറച്ചിതാ, ഇനാമൽ എന്നാൽ ഈ വെള്ള ഭാഗമാണല്ലോ, അതിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ഉള്ളിൽ കാണപ്പെടുന്ന ആളാണ് ആര്? ഡെന്റൈൻ. ആ ഡെന്റൈൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നിർമ്മിച്ചിട്ടുള്ളത് ജീവനുള്ള കലകൾ കൊണ്ടാണ്, ലിവിങ് ടിഷ്യൂ കൊണ്ടാണ്. എന്നാൽ ഇനാമലോ? ഇനാമൽ നോൺ ലിവിങ് ടിഷ്യൂ കൊണ്ട്. ഡെന്റൈൻ എന്താണ്? ലിവിങ് ടിഷ്യൂ കൊണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറും സാർ. ഇനാമൽ നോൺ ലിവിങ് ആണോ ലിവിങ് ആണോ, അതോ ഇനി ഡെന്റൈൻ ആണോ ലിവിങ്? ഒരു കൺഫ്യൂഷൻ അല്ലേ? അപ്പം തന്നെ കൺഫ്യൂഷൻ ആയില്ലേ? അത് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. നിങ്ങൾ ഇനാമൽ ചത്തു എന്ന് ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കേണ്ടത്? ഇനാമൽ ചത്തു. ഇനാമൽ ചത്തോട്ടെ. അപ്പോൾ ഇനാമൽ എന്താണ്? നോൺ ലിവിങ് ടിഷ്യൂ. അപ്പോൾ ഡെന്റൈൻ എന്തായിരിക്കും? ലിവിങ് ടിഷ്യൂ. ഇപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ ഇനാമൽ നോൺ ലിവിങ് ടിഷ്യൂ അഥവാ നിർജീവ കല. കാരണം ഇനാമൽ എന്താ? ചത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഡെന്റൈൻ എന്താണ്? ജീവനുള്ള കല. ഓക്കെ, അല്ലെങ്കിൽ ലിവിങ് ടിഷ്യൂ. ഇനി അടുത്തത് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ്. സ്വാഭാവികമായിട്ടും അതായിരിക്കും പൾപ്പ്. പൾപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ആയിരിക്കും എന്ത് കാണപ്പെടുക? ബ്ലഡ് വെസൽസ് കാണപ്പെടുക, നേർവ്സ് കാണപ്പെടുക. പിന്നെ പല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം സെല്ലാണ് ഒഡൻഡോബ്ലാസ്റ്റ് സെല്ല്. എന്താ പേര്? ഒഡൻഡോബ്ലാസ്റ്റ് സെല്ല്. ഒഡൻഡോബ്ലാസ്റ്റ് സെല്ല് ഏതാ പേര്? കിടിലം പേര്, ഒഡൻഡോബ്ലാസ്റ്റ് സെല്ല്. പിന്നെ ദിസ് ഈസ് ദ ഇന്നർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ടൂത്ത്. ഏറ്റവും ഉള്ളിലുള്ള ഭാഗമാണ് ഈ പൾപ്പ്. ഇനി ലാസ്റ്റ് ഭാഗം ഇവിടെ ഏറ്റവും അടിയിൽ താഴെ സിമന്റം. എന്താണ്? സിമന്റ്. നമ്മൾ സാധാ സിമെന്റിന്റെ പരിപാടി എന്താണ്? കല്ല്, അതേപോലെ തന്നെ വെട്ടല്, സിമെന്റും കട്ടൊക്കെ എന്ത് ചെയ്യുക? അവിടെ ഉറപ്പിച്ച് നിർത്തുക. അതാണല്ലോ സാധാ. ഇപ്പം നമ്മൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ സിമെന്റൊക്കെ എന്തിനാണ് തേച്ച് കൊടുക്കുന്നത്? ആ കല്ലൊക്കെ അവിടെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ സിമെന്റത്തിന്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ടൂത്തിനെ സോക്കറ്റ് ഓഫ് ദ ഗം. സോക്കറ്റ് ഓഫ് ദ ഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മോണുണ്ടല്ലോ, മോണയിൽ പല്ലിനെ ഉറപ്പിച്ച് നിർത്തുന്ന ആളാണ് ആര്? സിമെന്റം. പല്ലിനെ മോണയിൽ ഉറപ്പിച്ച് നിർത്തുന്ന കാൽഷ്യം അടങ്ങിയ ഒരു കലയാണ് ഇത് സിമെന്റം. കാൽഷ്യം കണ്ടെയ്നിങ് കണക്റ്റീവ് ടിഷ്യൂ ദാറ്റ് ഹോൾസ് ദ ടൂത്ത് ഇൻ ദ സോക്കറ്റ് ഓഫ് ദ ഗം. നമ്മുടെ സോക്കറ്റ് ഓഫ് ദ ഗമ്മിൽ നമ്മളെ പല്ലിനെ എന്ത് ചെയ്യുന്നു? ഉറപ്പിച്ച് നിർത്തുന്നു. അതാണ് സിമെന്റത്തിന്റെ പണി. അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തുകളെ, ജസ്റ്റ് വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ബോഡി, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ഈ പറഞ്ഞ 4 ഏതോ ഒന്നാണ്. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യ്. സീ യു സൂൺ.